ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടത് കുടിച്ചു. പിന്നെ അതേ ചായയൊക്കെ വെച്ചു. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പരിപ്പ് കറിയാണ്. ഇന്നലെ പുട്ടും ചെറുപയറും ആയിരുന്നു. ഇന്ന് നമുക്ക് കറി ഒന്ന് മാറ്റി പിടിക്കാം. ഇന്ന് പരിപ്പാണ്. പിന്നെ അതേ ശ്യാമിന് കൊണ്ടുപോകാൻ കക്കയിറച്ചി ഉണ്ടാക്കി. ഇത് കുറച്ച് പണിയാട്ടോ, പക്ഷേ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നന്നാക്കി എടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. അങ്ങനെ ദേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ദേ ശ്യാമിന് കൊണ്ടുപോകേണ്ട ചോറും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. അത് ഞാനല്ല പാക്ക് ചെയ്തത്, ശ്യാം തന്നെയാണ് പാക്ക് ചെയ്തത്. പിന്നെ എനിക്ക് വർക്കൊക്കെ തുടങ്ങി. ഉച്ചയായപ്പോഴാണ് കുളിയൊക്കെ ഒന്ന് പാസ്സാക്കിയത്. പിന്നെ ദേ ചോറൊക്കെ കഴിച്ചു. രാവിലെ വെക്കണ അതേ കറി തന്നെയാവും കേട്ടോ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനായിട്ടുള്ളത്. അതും കൂടുതലും ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കണം. അപ്പോൾ ദേ 2 ഡേറ്റ്സ് എടുത്ത് കഴിച്ചു. ഇന്നാണെങ്കിൽ നല്ല വെയിലായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി. സാധാ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ നല്ല മഴയാണല്ലോ, ഇന്നങ്ങ് മഴ പെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അതേ നാളത്തേക്കുള്ള ചീരയൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. സമയമുള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേദിവസം ചെയ്യാറുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത്ര പണി കുറയുമല്ലോ. ഈ കണ്ടെയ്നർ ബോക്സ് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഒരു സെറ്റിൽ 5 എണ്ണം ഉണ്ട്. നല്ല അടിപൊളി കണ്ടെയ്നർ ബോക്സ് ആട്ടോ. പിന്നെ അതേ ശ്യാം വന്നു കേട്ടോ. നല്ല ഹാപ്പിയിലാണ്. ഇന്ന് മെൻസ് ഡേ ആയതുകൊണ്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല ഐഡിയയിലുള്ള ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നട്ട്സും ഈ ഒരു ബാഗും ആയിരുന്നു. എന്തായാലും നല്ലൊരു ഐഡിയയാണ്. പിന്നെ അതേ രാത്രിക്ക് ഇന്ന് കഞ്ഞിയായിരുന്നു. കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇത്ര